സീതാപൂർ ഇന്ത്യയുടെ ഏതോ മൂലയിലെ ഒരു ചെറിയ ഗ്രാമം. ഗ്രാമത്തിൽ താമസിക്കുന്ന ഏതാണ്ട് 1250 ആളുകൾ ഏറിയ കൂറും കൃഷിപ്പണി ചെയ്യുന്നവരാണ്. ഒരുപക്ഷേ കാലം ഈ കർഷകരെ പരീക്ഷിക്കുകയാണ്. ഒന്ന് കടത്തിൽ മുങ്ങിയ ജീവിതം, പിന്നെ ഓരോ വർഷവും കുറഞ്ഞ വിളവും. രാമു, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആകെ ഒരു തുണ്ട് നിലം, അത് പണയം വെച്ചു. എടാ മോഹന, ഉണ്ടിയക്കാരൻ സേട്ടുവിന്റെ പക്കം നിലം പണയം വെച്ച പിന്നെ നോക്കണ്ട, അതെന്നേക്കുമായി പോയത് തന്നെ. നമസ്കാരം കൂട്ടരെ. വിരോധമില്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ആരാ നിങ്ങള്? ഇവിടത്തുകാരനാന്ന് തോന്നുന്നില്ലല്ലോ. ജയരാജൻ, കൃഷ്ണക്കുറുപ്പിന്റെ അനന്തരവനാ. അവിടെ ആ താമസം. മേലുകാവ് ഗ്രാമക്കാരനാ. അതെയോ? വാ വാ ഇരിക്കെ. ആ പറഞ്ഞേ, മേലുകാവിലെ ഈ അവസ്ഥ തന്നെയാണോ? ഇവിടുത്തെ സ്ഥിതി വലിയ കഷ്ടത്തിലാ ചങ്ങാതി. വിത്തിന് തീവില, വളത്തിനും തീവില, വെള്ളത്തിന് മുട്ട്, അതിൻ്റെ കൂടെ ഈ ഉണക്കും. എത്ര മടച്ചാലും അതിന് തക്ക വിളവ് കിട്ടുന്നില്ല. പോരാഞ്ഞിട്ട് ഈ കീടങ്ങളുടെ ശല്യമോ വിള മുഴുവനും നശിക്കുന്നു. ആർക്കറിയാം, ഇത്രയും വില പിടിച്ച കീടനാശിനി തളിച്ചിട്ട് പോലും കീടങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവുന്നില്ല. ഇപ്പൊ പാവം കൃഷിക്കാരൻ എന്ത് ചെയ്യാനാ? അതിൻ്റെ കൂടെ ഉണ്ടിക സേട്ടുവിന്റെ കയ്യാങ്കളി. ഞങ്ങളുടെ എല്ലാം നിലം പാമ്പിനെ പോലെ പണയത്തിന് പിടിച്ചു വെച്ചിരിക്കുക. എല്ലാ കൊല്ലവും വിള നാശമാകും. സേട്ടുവിന്റെ കടം വീട്ടാൻ ജമ്പത്ത് പറ്റൂല. എന്റെ ഇഷ്ട, കുറച്ചു വർഷം മുമ്പ് എന്റെ ഗ്രാമത്തിൽ ഇത് തന്നെയായിരുന്നു സ്ഥിതി. പിന്നെ എനിക്ക് കിട്ടി ജീത്തു, പിന്നെ ആപ്സ 80. അപ്സൈറ്റി എന്താ രാസവളമാണോ? ഏയ് അല്ലെന്നേ, ഇത് രാസവളവുമല്ല കീടനാശിനിയുമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആപ്സ 80 ഒരു തരം വിവിധോദ്ദേശ ഗുണസംവർദ്ധക സ്പ്രേ ആണ്. അത് കീടനാശിനി, കുമിൾനാശിനി, ഇലനീക്കി മരുന്ന്, രാസവളങ്ങൾ ഇവയുടെ മിശ്രിതവുമായി ചേർന്ന് ഇവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതിന്റെ ഫലമായി നിങ്ങളുടെ വിള, പഴങ്ങൾ, പച്ചക്കറികൾ ഇവയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും കളകളുമെല്ലാം നല്ലപോലെ നിയന്ത്രിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിളകളുടെ ഉൽപാദനത്തിൽ ഏറെ വർധനവ് ഉണ്ടാകുന്നു. എന്റെ മോനെ, ധാരാളം കണ്ടിട്ടുണ്ട് ഇത്തരം ഉൽപ്പന്നം. രാമുവേട്ട, ഞാനും ആദ്യം ഇങ്ങനെയാ കരുതിയത്. പക്ഷെ ഇപ്പോഴല്ല. ആപ്സ 80 ആംവേ കമ്പനിയുടെ ഒരു മികവുറ്റ ഉൽപ്പന്നമാണ്. ആംവേ ലോകത്തെ ഒരു പ്രശസ്ത കമ്പനിയാണ്. അവരുടെ പല ഉൽപ്പന്നങ്ങളും ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ അതിന്റെ ഗുണമേന്മയ്ക്കും കാര്യക്ഷമതയ്ക്കും പേരുകേട്ടതാണ്. ഓ പിന്നെ, നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് ഞാനങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? എന്റെ ഇടവും ഞങ്ങളുടെ പാടങ്ങളിൽ അംഗീകൃത കൃഷി സ്ഥാപനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതോ ശുപാർശ ചെയ്യുന്നതോ ആയ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കാറുള്ളൂ. ആട്ടെ, തന്റെ പക്കൽ അപ്സൈറ്റിയുടെ വല്ല സാക്ഷ്യപത്രമുണ്ടോ? രാമുവേട്ട, കഴിഞ്ഞ 4 ദശകമായി ലോകത്തെ 70-ലേറെ സർവകലാശാലകളിലും കൃഷി സ്ഥാപനങ്ങളിലും ആപ്സ 80 പല വിളകളിലും വിവിധ തരം കൃഷിയിടങ്ങളിലും പലതരം കീടനാശിനികളുമായി ചേർത്ത് ആപ്സ 80 പരീക്ഷിച്ചു നോക്കി. ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഓരോ തവണയും മുമ്പത്തേക്കാൾ മികച്ച ഫലമാണ് കിട്ടിയത്. ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ കാര്യം കേൾക്കട്ടെ. വളരെയേറെ കാർഷിക സ്ഥാപനങ്ങളും പേരെടുത്ത സർവകലാശാലകളും ആപ്സ 80 വ്യത്യസ്തമായ വിളകളിൽ പ്രയോഗിച്ചു നോക്കി. വന്നേ, അതിന്റെ ഫലങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. തമിഴ്നാട് കാർഷിക സർവകലാശാല ആപ്സ 80 കീടനാശിനികൾക്കൊപ്പം നെൽവയലുകളിൽ പരീക്ഷിച്ചു. അപ്പോൾ വിളവ് 40% വർദ്ധിച്ചത്. ജവഹർലാൽ നെഹ്റു കാർഷിക സർവകലാശാല കളനാശിനികൾക്കൊപ്പം ആപ്സ 80 ഗോതമ്പ് വിളയിൽ പ്രയോഗിച്ചപ്പോൾ 18.7% വരെ വർധനവുണ്ടായി. വിധാൻ ചന്ദ് സർവകലാശാല ആപ്സ 80 കീടനാശിനികൾക്കൊപ്പം ഉള്ളിവിളയിൽ പ്രയോഗിച്ചപ്പോൾ 12.5% വിളവർധനവ് ലഭിച്ചത്. ഇതുപോലെ മറ്റ് പ്രശസ്ത കാർഷിക സ്ഥാപനങ്ങളും സർവകലാശാലകളും ആപ്സ 80 ഉപയോഗിച്ചപ്പോൾ വളരെ നല്ല ഫലങ്ങൾ ലഭിച്ചു. ഇത് നല്ല ഫലമാണല്ലോ. ഫലം നല്ലതാണെങ്കിൽ വിലയും അതുപോലെ ഉണ്ടാവും. രാമുവേട്ട, വിലയും കൂടുതലല്ല. 500 ml ആപ്സ 80യുടെ വില 705 രൂപ മാത്രം. 1 ലിറ്ററിന്റെ വില 1149 രൂപ. പിന്നെ 5 ലിറ്റർ ബോട്ടിലിന്റെ വില 4899 രൂപ. അയ്യോ, ഇത് വളരെ കൂടുതലാ. എന്റെ ഇഷ്ട, അല്ലെങ്കിലും കീടനാശിനിക്കും രാസവളത്തിനും വലിയ വിലയാ. ഇനിയും വില പിടിച്ച വേറൊരു സാധനത്തിന് എവിടുന്നാ പണം? നോക്കു കൂട്ടരെ, നമ്മൾ വില പിടിച്ച കീടനാശിനിയും വളങ്ങളും പ്രയോഗിച്ചിട്ട് അതിന്റെ മുഴുവൻ ഗുണവും നമുക്ക് കിട്ടുന്നില്ല. ആപ്സ 80യുടെ മിശ്രണം ഇതിന്റെ എല്ലാം ഫലം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ അതിനുള്ള ചെലവ് ലാഭിക്കുന്നു.
ഞാൻ പറയുന്നത് കേൾക്ക്. ആപ്സ 80 ഉപയോഗിക്കുന്നത് ഒട്ടും ചെലവേറിയതല്ല. ഉദാഹരണത്തിന് കരിമ്പ് കൃഷിയിൽ IPFT മലാത്തിയോൺ പ്രയോഗിച്ചപ്പോൾ വിളവ് ഹെക്ടറിന് 592 ക്വിൻ്റലായിരുന്നു. എന്നാൽ ആപ്സ 80 ചേർത്ത് മലാത്തിയോൺ പ്രയോഗിച്ചപ്പോൾ വിളവ് ഹെക്ടറിന് 644 ക്വിൻ്റലായി. അതായത് ഹെക്ടറിന് 52 ക്വിൻ്റൽ കൂടുതലായി. ആട്ടെ, നമുക്ക് കണക്ക് നോക്കാം. ഒരു ഹെക്ടറിൽ 2 തവണ തളിക്കുന്നതിന് 296 മില്ലിലിറ്റർ ആപ്സ 80 മാത്രമേ വേണ്ടൂ. ഇതിന് വില 340 രൂപയാകും. ഇപ്പോൾ സർക്കാർ വിലക്കെടുക്കുന്ന നിരക്കനുസരിച്ച് 52 ക്വിൻ്റൽ കരിമ്പിന് കിട്ടും 10,920 രൂപ. അതായത് ആപ്സ 80ക്ക് വേണ്ടി ചിലവാക്കിയ 1 രൂപയിൽ 32 പൈസയോളം തിരിച്ചു കിട്ടുന്നു. ഇതേപോലെ ഗോതമ്പ്, നെല്ല്, പരുത്തി കൃഷികളിലും ആപ്സ 80 പ്രയോഗിച്ചപ്പോൾ കിട്ടിയ ഫലങ്ങൾ ഇങ്ങനെയാണ്. വിവിധ വിളകളിൽ കീടനാശിനി, കുമിൾനാശിനി, ഇലനീക്ക് മരുന്ന്, രാസവളം ഇവയുമായി ചേർത്ത് ആപ്സ 80 പ്രയോഗിച്ചപ്പോൾ ആപ്സ 80ക്കു ചെലവഴിച്ച 1 രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് 2 രൂപ മുതൽ 47 രൂപ വരെ തിരിച്ചു കിട്ടിയെന്നാണ് കണ്ടത്. അല്ല, ഇത് നമ്മുടെ ഗ്രാമത്തിൽ ഫലം ചെയ്യുമോ? നോക്കൂ, ആപ്സ 80യുടെ പ്രഭാവം ഏത് മണ്ണ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്നതിനെ ആശ്രയിച്ചല്ല. ഇത് ഏത് തരം വിളവിനും അത് ഏത് ഗ്രാമത്തിലോ ജില്ലയിലോ സംസ്ഥാനത്തോ ആയാലും ഒരേപോലെ ഫലം ചെയ്യുന്നു. കൊള്ളാം. പറഞ്ഞു പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ആട്ടെ, ഇനി ഞാൻ പോണു. നോക്കി, ഞാൻ വല്ലതും സഹായിക്കണോ? വെറുതെ ചോദ്യമേ സഹായിക്കുകയും ചെയ്യുമോ? അല്ല, അത് ആലോചിച്ച് എന്നെ സമയം കളയണോ? എവിടെ തന്നെ. അല്ല, രാമേട്ടനോ? എന്താ? ആ, ഞാൻ ആപ്സ 80യെ കുറിച്ച് ചിലതുകൂടെ അറിയാൻ വന്നതാ. അല്ല, ഇത് ശരിക്കും നമ്മുടെ ഭാഗ്യം തെളിക്കുമോ? നോക്കൂ രാമുവേട്ട, ഭാഗ്യം തെളിയണമെങ്കിൽ എല്ലുമുറിയെ പണിയെടുക്കണം. ആപ്സ 80 നിങ്ങളുടെ വിളവ് മെച്ചപ്പെടുത്തുകയേ ചെയ്യുള്ളൂ. പിന്നെ പണയം വെച്ച തന്റെ ഭൂമി അത് നമ്മൾ തിരിച്ചെടുത്തിരിക്കും. പക്ഷേ എങ്ങനെ? സേട്ടു വലിയ സൂത്രശാലിയാനിയാ. ഈ സേട്ടുവിനെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു. പിന്നെ ഇതെന്റെ വാക്കാണ്, ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. നിങ്ങളുടെ ഭൂമി മുഴുവനും നിങ്ങൾക്ക് തിരികെ മേടിച്ചു തരികയും ചെയ്യും. രാമു സേട്ടുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ജയന് നൽകി. അയാൾക്ക് ചൂതുകളിയിൽ കമ്പമുണ്ട്, പക്ഷേ ഒരിക്കലും തോൽക്കില്ല. ചൂതിൽ കമ്പമുണ്ടല്ലേ? എന്നാൽ ചൂതിൽ തോൽപ്പിച്ച് ഭൂമി തിരിച്ചെടുത്താലോ? എന്തു പറയുന്നു? നടപ്പില്ല ജയൻകുട്ടാ. അതെന്താ? സേട്ടുവിനെ ആർക്കും പറ്റിക്കാനൊക്കില്ല. നോക്കാം, എന്തെങ്കിലും വഴി തീർച്ചയായും ഉണ്ടാകും. വിഷമമാ. രാമേട്ടനൊരു കാര്യം ചെയ്യേ, മോഹനെയും ദാമുവിനെയും കൂട്ടി ആൽത്തറയിൽ വരൂ. ഞാൻ അല്പം കഴിഞ്ഞ് അവിടെ വരാം. എന്താ? ആയിക്കോട്ടെ. അയ്യോ, എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ എന്തിനാ മിണ്ടാതെ എന്നെ നോക്കി നിന്നത്? നിങ്ങളെയോ? ഞാനിവിടെ പുല്ലിയെത്താൻ വന്നതാ. പുല്ലോ? ഇവിടെയോ? ഓ, വിട്ടേരെ അതെല്ലാം. നിങ്ങള് രാമുവിനോട് സേട്ടുവിനെ കുറിച്ച് എന്ത് ചോദിക്കായിരുന്നു? മീന, ഞാൻ ഗ്രാമക്കാരെ സഹായിക്കാൻ നോക്കുക. പക്ഷെ ഈ സേട്ടുവിന്റെ കള്ളകളി മനസ്സിലാവണില്ല. നിങ്ങൾ ആ സേട്ടുവിന് പിന്നാലെ പോണ്ട. നോക്ക്, ഞാൻ രാമുവിന് വാക്ക് കൊടുത്തുപോയി. ദേ, ഞാൻ പറയാനുള്ള പറഞ്ഞു. അല്ലേ, അതിനകം പിണങ്ങിയോ? മീന, ഞാൻ പറയുന്നത് കേൾക്ക്. പറഞ്ഞ എന്താ? അല്ല, ഞാൻ പറയുമായിരുന്നു. എന്റെ മണ്ടച്ചാരെ, നിങ്ങൾ എന്റെ ഗ്രാമത്തെ സഹായിക്കാൻ വന്നാൽ എനിക്ക് എന്ത് എതിർപ്പാ? ഞാൻ പിന്നെ എന്താ പറയാ, ആക്ടിങ് ചെയ്തല്ലേ. എന്താ പറഞ്ഞത്? സത്യം, ആക്ടിങ് ചെയ്തതാ. ആക്ടിങ് കിട്ടിപ്പോയി വഴി. നിങ്ങൾ എങ്ങോട്ടാ? ജയൻ വേഷപ്രച്ഛന്നനായി സേട്ടുവിനെ തോൽപ്പിക്കാനുള്ള പ്ലാൻ സ്നേഹിതരോട് പറയുന്നു. അവിടെ സേട്ടു ഇതൊന്നും അറിയാതെ കടം പിരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അല്ലേ കേശവ, ഇത്രയും പണം?
എവിടെ നിന്ന് കിട്ടിയതാ? വല്ല ബാങ്ക് കൊള്ളയടിച്ചോ? അല്ല മുതലാളി, ആ മാന്ത്രിക സ്വാമി പറഞ്ഞതാ ഇന്ന് നിനക്ക് സമ്പത്ത് വരുമെന്ന്. ഇതാ നോക്കിയേ, അനിയൻ പട്ടണത്തിൽ നിന്ന് മണിയാടാച്ചു. മാന്ത്രിക സ്വാമിയാ? കേശവൻ പറഞ്ഞത് നേരാ. എന്നോടും പറഞ്ഞു എന്തേലും സന്തോഷവർത്താനം കിട്ടുമെന്ന്. ഇതാ കണ്ടില്ലേ, എനിക്ക് കമ്പി വന്നു, ഞാൻ മുത്തശ്ശനായെന്ന്. ഇത് പലിശപ്പണമായി. മുതല് മറക്കണ്ട. പിന്നെ എവിടാ മാന്ത്രിക സ്വാമി? ഞാനും ഒന്ന് കാണട്ടെ. വരൂ വത്സ, എല്ലാം ലഭിക്കും. മതിയാക്കി ഈ നാടകം. നാടകമോ? നീ ആരാണ് വത്സ? ഞാൻ ഇവിടുത്തെ സേട്ടാണ്. നിങ്ങൾക്ക് ഈ ഗ്രാമക്കാരെ കളിപ്പിക്കാൻ പറ്റും, പക്ഷേ സേട്ടുവിനെ കളിപ്പിക്കാൻ പ്രയാസമാണെന്നല്ല, അസാധ്യമാണ്. ഏതോ ലാടനോ മായാവിയാണ് താനെന്ന് തോന്നുന്നു. മായാവിയോ? വളരെ നല്ലത് വത്സ. പറയൂ, എങ്ങനെ വിശ്വസിപ്പിക്കണം നിന്നെ? താൻ ഇവരോട് കാണിച്ച വിദ്യ എന്നോടും കാണിക്കേ. ശരി, എല്ലാവർക്കും അറിയാം ചേമ്പിലയിൽ വെള്ളം തങ്ങി നിൽക്കില്ല. ഇനി കണ്ടോളൂ ഈ മാന്ത്രിക സ്വാമിയുടെ സിദ്ധി. ഇതെങ്ങനെ പറ്റി? വെറും തട്ടിപ്പ്, വെറും കളിപ്പീര്. ഈ ചില്ലറ വിദ്യ ഒന്നും വേണ്ട, എന്തെങ്കിലും വലിയ വിദ്യ കാണിക്കേ. സേഠു, ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരാളുടെ വിധി ഞാൻ മാറ്റി കാണിക്കാം. ഇപ്പോഴിയാള് കുടുങ്ങിയത് തന്നെ. താൻ ഏതെങ്കിലും കൃഷിക്കാരന്റെ വിധി മാറ്റിയാല്, അതായത് ആർക്കെങ്കിലും തകർപ്പൻ വിളവ് നൽകിയാൽ ഞാനും സമ്മതിക്കാം താൻ ശരിക്കും മാന്ത്രിക സ്വാമിയാണെന്ന്. ആ മാജിക്കും ഞാൻ കാണിച്ചു തരാം വത്സ. ശരി, ഇഷ്ടപ്പെട്ട ഒരു കൃഷിക്കാരനെ തെരഞ്ഞെടുത്തോളൂ. വീട്ടിലായത് തന്നെ രാമുവിനെ തന്നെ തിരഞ്ഞെടുക്കാം. മരമണ്ടനാവൻ. അവന്റെ ഭൂമി വളക്കൂറുള്ളതല്ല താനും. ആട്ടെ, രാമുവിന്റെ വിധി മാറ്റിക്കാണിക്ക്. ഇവന്റെ വയലില് സേട്ട് ധനപാലന്റെ പാടം പോലെ വിളവുണ്ടാക്ക്. വേണ്ട വേണ്ട മാന്ത്രിക സ്വാമി, അങ്ങനെ ചെയ്യാൻ നോക്കണ്ട. എന്റെ ഭൂമിയിൽ അത് നടക്കില്ല. കൊല്ലങ്ങളായിട്ട് ഇതിൽ വിളവ് കുറവാ. പിന്നെ പാടത്ത് ശരിക്ക് വെള്ളവും കിട്ടണില്ല. പേടിക്കണ്ട രാമു. അപ്പോൾ സേഠു, ഞാൻ അങ്ങനെ ചെയ്തു കാണിച്ചാൽ എനിക്കെന്തു ലഭിക്കും? ആദ്യം ചെയ്ത് കാണിക്കേ, എന്താവശ്യപ്പെട്ടാലും തരാം. എന്നാൽ നിങ്ങൾ ഈ ഗ്രാമക്കാരുടെ മുഴുവനും കടം ഇളച്ചു കൊടുക്കണം. ഇത് വളരെ കൂടുതലാ. മാജിക്ക് കടുത്തതാവുമ്പോ വിലയും അത്രയ്ക്ക് കൂടും വത്സ. താൻ ഇതിൽ തോറ്റാലോ? ഞാൻ തോറ്റാൽ ഈ കൃഷിക്കാരുടെ കടത്തിന് 3 ഇരട്ടി പലിശ തരാം. 3 ഇരട്ടി? എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ വൈകിട്ട് വരാം ഇവിടെ തന്നെ. എന്താ ചെയ്യുക? ഇയാള് ജയിച്ചാല് സകലതും പോകും. എന്തായാലും തോൽക്കാൻ പാടില്ല. അല്ല ജയൻകുട്ട, ഇതെന്ത് ഭ്രാന്താ? ഇങ്ങനൊരു വാതുറപ്പിച്ചത് എന്തിനാ? പേടിക്കണ്ട രാമുവേട്ടാ, ഇനിയിപ്പം കാത്തിരിക്കാം സേട്ട് ഈ ചൂത് കളിക്കാനും അരിമണി കൊത്താനും. പക്ഷെ നിങ്ങൾ തോറ്റാല് ആരാ ഇത്രയും പണം കൊടുക്കുക? എന്താ കേട്ടില്ലേ പറഞ്ഞത്? ആപ്സ ഏറ്റിയെ തോൽപ്പിക്കാൻ പ്രയാസമെന്നല്ല, അസാധ്യമാണ്. ഞാൻ ആ വെള്ളത്തിൽ അല്പം ആപ്സ ഏറ്റി ചേർത്തു. അങ്ങനെ നിലത്തിന്റെ കടുപ്പം കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞതാകുക. ഞങ്ങളെ പാവം കൃഷിക്കാരല്ലേ. എന്നാ വന്നോളൂ. ഞാനിപ്പോൾ ഈ ഇലകളിൽ തളിച്ചപ്പോ എന്തുണ്ടായി? അതിലയുടെ പരപ്പിച്ചെന്ന് മഞ്ഞുതുള്ളികൾ പോലെ തങ്ങി നിൽക്കുന്നു. ഇതുപോലെ ഈ വെള്ളത്തുള്ളികൾ ചൂട് കാരണം ഉണങ്ങുന്നു, അല്ലെങ്കിൽ ശക്തിയായ കാറ്റിൽപ്പെട്ട ഇലപരപ്പിൽ നിന്ന് താഴെ വീഴുന്നു. മനസ്സിലായോ? വരും പോ. അതായത് ഇതിന്റെ ഗുണം വിളവിന് വേണ്ട പോലെ കിട്ടില്ല. ഇപ്പോ തനിക്ക് മനസ്സിലായി. ഈ തുള്ളികൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഉപരിതലത്തിന്റെ മർദ്ദം, അതായത് സർഫസ് ടെൻഷൻ കാരണമാണ് നടക്കുന്നത്. ഈ ഉപരിതല മർദ്ദം നമുക്ക് ടെൻഷനാവുന്നു. നമ്മള് കൃഷിക്കാരുടെ പരിശ്രമം പാഴാക്കുന്നു. അത് തന്നെ. പക്ഷെ ഇപ്പോ നമുക്ക് ഈ പ്രശ്നത്തിന്റെ പരിഹാരമുണ്ട്. ആപ്സ ഏറ്റി അതിന്റെ 80% സജീവ തത്വങ്ങളുമായി ഈ ഉപരിതല മർദ്ദം ഭേദിക്കുന്നു. അങ്ങനെ വെള്ളം അല്ലെങ്കിൽ മറ്റ് തരള പദാർത്ഥങ്ങൾ വലിച്ചെടുക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അല്ല, ഇത് പറഞ്ഞു
ഈ അപ്സ 80 എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആപ്സ 80 എങ്ങനെ പ്രവർത്തിക്കുന്നു? ആട്ടെ, ഇതിന് നമുക്ക് ചെറിയൊരു പരീക്ഷണം നടത്താം. ഇതിന് നമുക്ക് ആവശ്യം 2 കാർഡ്ബോർഡ്, വെള്ളം നിറച്ച ഒരു കുപ്പി, പിന്നെ ആപ്സ 80. ഇനി 2 കാർഡ്ബോർഡ് ഷീറ്റുകളിലും വെള്ളം നിറച്ച കുപ്പിയിൽ നിന്ന് ഈ 2 തുള്ളി വെള്ളം ഇറ്റിക്കുന്നു. കണ്ടോ, പ്രതലത്തിലെ മർദ്ദം, അതായത് സർഫസ് ടെൻഷൻ കാരണം വെള്ളം എങ്ങനെ കാർഡ്ബോർഡിൽ തങ്ങി നിൽക്കുന്നുവെന്ന്. ശരിക്കും ആ ഇലകളിൽ തങ്ങി നിന്നതുപോലെ തന്നെ. ഇനി ഇതിലൊന്നിൽ ഒഴിക്കാം ആപ്സ 80യുടെ ഒരൊറ്റ തുള്ളി. കണ്ടോ, ആപ്സ 80 വെള്ളത്തിന്റെ തുള്ളിയെ എങ്ങനെ പ്രതലത്തിൽ പരത്തിയെന്ന്. വരൂ, ഇനി ഈ പരീക്ഷണം പരിശോധിക്കാം. ആപ്സ 80 ഒഴിച്ച കാർഡ്ബോർഡിൽ വെള്ളം പരന്നുവെന്നു മാത്രമല്ല, ഒപ്പം അതിനുള്ളിലേക്ക് ഊർന്നിറങ്ങി. ഇനി രണ്ടാമത്തെ കാർഡ്ബോർഡ് നോക്കാം. കണ്ടോ, വെള്ളം ഇപ്പോഴും മുകളിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഇനി ഈ കാർഡ്ബോർഡ് ചരിച്ചു നോക്കാം. കണ്ടില്ലേ, വെള്ളം അത്രയും അകത്തേക്ക് വലിയാതെ എങ്ങനെ ഒലിച്ചുപോയെന്ന്. ഇതുപോലെ തന്നെ പാടത്ത് മിശ്രിതം തളിക്കുമ്പോൾ അത് തുള്ളിയായി തങ്ങി നിൽക്കും. കാറ്റടിക്കുമ്പോൾ ഫലം ചെയ്യാതെ ഒലിച്ചു പോവുകയും ചെയ്യും. ഇനി ഒരു കത്തി കൊണ്ട് ആപ്സ 80 ഒഴിച്ച ബോർഡിന്റെ പ്രതലം ചുരണ്ടി നോക്കാം. ഇതിൽ വെള്ളം പൂർണ്ണമായും കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ, ആപ്സ 80 തളിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിളയ്ക്ക് വെള്ളം അല്ലെങ്കിൽ മറ്റ് തരള പദാർത്ഥങ്ങൾ വലിച്ചെടുക്കാൻ എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്ന്. അതായത് കീടനാശിനി, കളനാശിനി, കുമിൾനാശിനി, ഇലനീക്കി മരുന്ന് അല്ലെങ്കിൽ രാസവളങ്ങൾ ഇവയുടെ മിശ്രിതം അല്ലെങ്കിൽ പിന്നെ വെറും വെള്ളമാണെങ്കിൽ തന്നെ ആപ്സ 80 ഈ തരള പദാർത്ഥങ്ങളുടെ എല്ലാം ഫലം വർദ്ധിപ്പിക്കുന്നു. അതായത് ഫലം കൂടുതൽ, നേട്ടവും കൂടുതൽ, പിന്നെ ഗുണമേന്മയ്ക്കൊപ്പം ഉൽപാദനവും കൂടുതൽ. അത് ശരി. ഇപ്പോൾ നോക്കിയാൽ ആപ്സ 80ക്ക് മുഖ്യമായും 3 നേട്ടങ്ങളുണ്ട്. ഒന്ന്, കീടനാശിനി, കുമിൾനാശിനി, ഇലനീക്കി മരുന്ന്, രാസവളം ഇവയുടെ മിശ്രിതത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് മികച്ച കീടനിയന്ത്രണത്തിന് സഹായിക്കുന്നു. അങ്ങനെ കൃഷിക്കാർക്ക് അവരുടെ വിള ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സുവർണ അവസരം ലഭിക്കുന്നു. പൗഡർ, എണ്ണ ഇവ കലർന്ന തരള പദാർത്ഥങ്ങൾ തളിക്കുന്നതും എളുപ്പമാകും. രണ്ടാമത്തേത്, ആപ്സ 80 കുറഞ്ഞ ജലവിഭവങ്ങളുടെ മെച്ചപ്പെട്ട ഉപയോഗം ഉറപ്പുവരുത്തുന്നു. ജലസേചന സഹായി എന്ന നിലയ്ക്ക് ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള മണ്ണിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ വൈദ്യുതിയും ജലവും സമയവും ലാഭിക്കാനിടയാക്കുന്നു. പിന്നെ മൂന്നാമത്തേത്, തളിക്കൽ യന്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. അതായത് പരിപാലനത്തിന്റെ തൊല്ലയുമില്ല. പിന്നെ ഏറ്റവും പ്രധാനം, വിളവ് പല മടങ്ങ് വർദ്ധിക്കുന്നു. എന്താ, ആപ്സ 80 ഒരു അത്ഭുതം തന്നെയല്ലേ? ജയൻകുട്ട, ഈ ആപ്സ 80 ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാ? അത് ഞാൻ നാളെ പറഞ്ഞു തരാം. നാളെ രാവിലെ കാണാം. പിന്നെ ഒരു സ്പ്രേ മെഷീൻ തീർച്ചയായും കൊണ്ടുവരണം. ഒന്ന് ശ്രദ്ധിച്ചോണം, സേട്ടു ഒരു കാരണവശാലും ഇത് അറിയരുത്. മനസ്സിലായോ? പോകാം ആൽത്തറയിലേക്ക്. ശരി, വരണം പ്രസിഡന്റ് അദ്യം വരണം. അപ്പോൾ സേട്ടു എന്തു തീരുമാനിച്ചു? എനിക്ക് പന്തയം സമ്മതമാണ്. പക്ഷെ എനിക്കുമുണ്ടൊരു ഉപാധി. പറഞ്ഞോളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ തീരുമാനിക്കും ആര് ജയിച്ചെന്ന്. സമ്മതമാണ് വത്സ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോ. ലായനി ഏതുമാകട്ടെ, രാസവളവും ആപ്സ 80യും അല്ലെങ്കിൽ കീടനാശിനിയും ആപ്സ 80യും. രീതി വളരെ എളുപ്പമാണ്. ആദ്യം വെള്ളത്തിൽ നിർമ്മാതാവിന്റെ നിർദ്ദേശപ്രകാരം കീടനാശിനി, കുമിൾനാശിനി, ഇലനീക്കി മരുന്ന് അല്ലെങ്കിൽ രാസവളം കലക്കുക. പിന്നെ 15 ലിറ്റർ വീതം മിശ്രണത്തിൽ ആകെ 5 മില്ലി ലിറ്റർ ആപ്സ 80, അതായത് ബോട്ടിലിന്റെ മൂടിയുടെ 4/1 കലർത്തുക. ഇനി ഈ ലായനി സാധാരണ രീതിയിൽ വിളയിൽ തളിക്കുക. മതി, കഴിഞ്ഞു ജോലി. അതിനുശേഷം തളിക്കുന്ന കളനാശിനി ആപ്സ 80 ചേർത്ത് കാര്യക്ഷമമാക്കുന്ന രീതിയും ഇതുതന്നെയാണ്. ഇവിടെയും 15 ലിറ്റർ ലായനിയിൽ ആകെ 20 മില്ലി ലിറ്റർ ആപ്സ 80, അതായത് ഒരു മൂടി ചേർക്കുക. എന്നിട്ട് ഈ മിശ്രിതം സാധാരണ രീതിയിൽ മണ്ണിൽ തളിക്കുക. മതി. പിന്നെ കണ്ടോളൂ ആപ്സ 80യുടെ മഹിമ. ജലസേചനത്തിനും വിത്തിറക്കലിനും ഇടയ്ക്കും ആപ്സ 80യുടെ പ്രയോഗ രീതി ഇത് തന്നെ ആവോ അല്ലേ? ഇത് താൻ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത് മോഹന. 1 ഏക്കർ ഭൂമി നനയ്ക്കുന്നതിന് 80 ലിറ്റർ വെള്ളത്തിൽ 160 മില്ലി ലിറ്റർ ആപ്സ 80 കലക്കേണ്ടത് ആവശ്യമാണ്. അതല്ല, 1 ഏക്കർ ഭൂമി നനയ്ക്കുന്നതിന് 80 ലിറ്ററിലേറെ വെള്ളം ഉപയോഗിക്കുന്നെങ്കിലും ആപ്സ 80 160 മില്ലി ലിറ്റർ ചേർത്താൽ മതി. ഇനി ആപ്സ 80യുടെയും വെള്ളത്തിന്റെയും ഈ മിശ്രിതം നമ്മൾ സാധാരണ രീതിയിൽ മണ്ണിൽ തളിക്കുന്നു. പിന്നെ ഏറ്റവും അധികം ഫലം കിട്ടുന്നതിന് ജലസേചനത്തിന് ചുരുങ്ങിയത് 12 മണിക്കൂർ മുമ്പ് ആപ്സ 80യും വെള്ളവും ചേർന്ന മിശ്രിതം മണ്ണിൽ തളിക്കേണ്ടതാണ്. ഇതുകൊണ്ടെന്താ പ്രയോജനം? അപ്പോൾ ഈ മിശ്രിതം മണ്ണിൽ ഊർന്നിറങ്ങി അവിടെ വേണ്ടത്ര ഈർപ്പം സൃഷ്ടിക്കും. അപ്പോൾ നിങ്ങളുടെ ഭൂമി ജലസേചനത്തിന് തയ്യാറായി കഴിഞ്ഞു. വേറൊരു നല്ല കാര്യം, ഒരു തവണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്സ 80 1 മാസം വരെ ആ ഫലം ചെയ്യും. അതെ, 1 മാസം വരെ. അതായത് 1 മാസത്തിൽ 1-ലേറെ തവണ നിങ്ങൾക്ക് ജലസേചനം ചെയ്യേണ്ടി വന്നാലും ആപ്സ 80 വീണ്ടും പ്രയോഗിക്കേണ്ട ഒരാവശ്യവുമില്ല.
4 അല്ലെങ്കിൽ 6 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ ജലസേചനം നടത്തുന്നുവെങ്കിൽ ഈ പ്രക്രിയ ആവർത്തിക്കേണ്ടി വരും. ഇത് വളരെ എളുപ്പമാണല്ലേ? പക്ഷെ ഇതിന് വെള്ളം കൂടുതൽ വേണമായിരിക്കും. തീർച്ചയായും ഇല്ല. ഇപ്പോൾ ഡോക്ടർ ബാലാ സാഹിബ് സാവന്ത് കൃഷി വിദ്യാപീഠ് ആപ്സ AT പ്രയോഗിച്ച് ജലസേചനം നടത്തിയപ്പോൾ 50% വരെ വെള്ളം ലാഭിക്കാൻ കഴിഞ്ഞു എന്ന് കണ്ടു. മനസ്സിലായി ചങ്ങാതി. ഇനി നമുക്കിത് രാമുവിന്റെ പാടത്ത് പ്രയോഗിക്കണം. ഒരു കാര്യം ഓർത്തോണം, നമുക്ക് കടുത്ത പരിശ്രമം വേണ്ടിവരും. പിന്നെ സേട്ടു ഇതേക്കുറിച്ച് ഒരിക്കലും അറിയാൻ ഇടവരരുത്. ഞാൻ പറഞ്ഞില്ലേ രാമുവേട്ടാ, നമ്മൾ തന്നെ ജയിക്കുമെന്ന്. ജയൻകുട്ട പറഞ്ഞത് വളരെ ശരിയായിരുന്നു. സേട്ട് ധനപാലന്റെ പോലത്തെ വിളവ് രാമുവിന്റെ പാടത്ത് വിളയിക്കണം എന്നായിരുന്നു പന്തയം. ഫലം നമ്മുടെ മുമ്പാകെ ഉണ്ട്. രാമുവിന്റെ വിള ധനപാലന്റെ വിളവിന്റെ അത്രയുമല്ല, അതിനേക്കാൾ വളരെ മികച്ചതാണ്. കൂടുതൽ എന്തെങ്കിലും പറയാതെ ഞാൻ കുണ്ടികക്കാരൻ സേട്ടുവിനോട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം എല്ലാ കൃഷിക്കാരുടെയും ഭൂമിയുടെ ആധാരം തിരിച്ചു നൽകുക, അവരുടെ കടം എഴുതിത്തള്ളുക. അപ്പോൾ എന്തു പറയുന്നു രാമുവേട്ട? സേട്ടുവിനെ തോൽപ്പിക്കാൻ പ്രയാസമില്ലെന്നല്ല, തികച്ചും സാധ്യവുമാണ്. പക്ഷെ ആപ്സ ATയെ തോൽപ്പിക്കുന്നത് അസാധ്യവുമാണ്. നിങ്ങളും ഇതുപോലുള്ള സമൃദ്ധി കാക്ഷിക്കുന്നുവെങ്കിൽ ആപ്സ ATയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് അടുത്തുള്ള അംവേ വിതരണക്കാരനെ ഉടനെ സമീപിക്കുക. നിങ്ങളുടെ അധ്വാനം ശരിയായ ദിശയിലാകട്ടെ. ഒപ്പം കൈവരും സമ്പൽ സമൃദ്ധി.